ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ജഡ്ജിയമ്മാവൻ കോവിലിൽ ദർശനം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ കോട്ടയത്ത് ചെറുവള്ളി ദേവീക്ഷേത്രത്തിലെ ജഡ്ജിയമ്മാവൻ കോവിലിൽ സന്ദർശനം നടത്തി. അമ്പലത്തിലെ പതിവ് പൂജകൾക്ക് ശേഷമേ ജഡ്ജിയമ്മാവൻ കോവിലിൽ ചടങ്ങ് ആരംഭിക്കൂ. അതിനാൽ നിലവിൽ രാഹുൽ അമ്പലത്തിലെ ദേവസ്വം ഓഫീസിൽ വിശ്രമിക്കുകയാണ്. ജഡ്ജിയമ്മാവൻ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചാൽ കേസ് സംബന്ധമായ കാര്യങ്ങൾ ശുഭകരമായി അവസാനിക്കും എന്നാണ് വിശ്വാസം. കോടതി വ്യവഹാരങ്ങളിൽ പെടുന്നവർ നീതി തേടി വഴിപാട് നടത്തുന്ന ക്ഷേത്രമാണിത്. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ കാലയളവിൽ ദിലീപ് പലതവണ ഇവിടെ എത്തിയിരുന്നു. ക്രിക്കറ്റ് കോഴ വിവാദത്തിൽ ശ്രീശാന്തും ദർശനം നടത്തിയിട്ടുണ്ട്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ സർക്കാർ സമർപ്പിച്ച ഹർജി ക്രിസ്തുമസ് അവധിക്ക് ശേഷം പരിഗണിക്കുവാനായി മാറ്റിയിരിക്കുകയാണ്. ഇന്ന് സിംഗിൾ ബെഞ്ച് കേസ് പരിഗണിച്ചയുടനെ വിശദമായ വാദം കേൾക്കണമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. ഇത് പരിഗണിച്ചാണ് ജനുവരി ആദ്യവാരം പരിഗണിക്കുന്നതിനായി മാറ്റിവച്ചത്. ബംഗളൂരു സ്വദേശിനിയായ മലയാളിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിലാണ് രാഹുലിന് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നത്. സത്യങ്ങൾ നാളെ വിളിച്ചു പറയും. മെൻസ് കമ്മീഷൻ വേണമെന്ന ബോധ്യം കൂടി ജയിലിൽ നിന്നിറങ്ങിയതിന് പിന്നാലെ ആദ്യ പോസ്റ്റുമായി രാഹുൽ ഈശ്വർ. ജയിലിൽ നിന്നും ഇറങ്ങിയതിന് പിന്നാലെ ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റുമായി രാഹുൽ ഈശ്വർ. 16 ദിവസം ജയിലിൽ കിടന്നപ്പോൾ മെൻസ് കമ്മീഷൻ വേണമെന്ന ബോധ്യം കൂടി. പോരാടുമെന്ന് ജയിൽ മോചിതനായ ശേഷമുള്ള ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റിൽ രാഹുൽ കുറിച്ചു. 2018 ജയിലിൽ ശബരിമല അയ്യപ്പനു വേണ്ടി നിരാഹാരം കിടന്നപ്പോൾ മറുഭാഗത്തുണ്ടായിരുന്ന അതേ തീവ്ര ഫെമിനിസ്റ്റ് ശക്തികളാണ് ഇപ്പോഴും കള്ളക്കേസിൽ കൊടുക്കുവാൻ ശ്രമിക്കുന്നത്. കോടതി വിധി ലംഘിക്കാതെ കോടതി വിധി മാനിച്ചുകൊണ്ടുള്ള സത്യങ്ങൾ നാളെ പറയുമെന്നും അഭിഭാഷകന്റെ അനുമതിക്ക് വേണ്ടി കാക്കുകയാണെന്നും രാഹുൽ പറയുന്നു. മെൻസ് കമ്മീഷൻ വിഷയത്തിലും ജയിക്കുമെന്ന് കുറിച്ചാണ് രാഹുൽ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ദിലീപിനെതിരെ പ്രതിഷേധം ചൂടുപിടിക്കുമ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച കനക്കുന്നു. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിനെ വെറുതെ വിട്ട കോടതി നടപടിക്കെതിരെ പ്രതിഷേധം കനക്കുന്നു. കേസിൽ നേരിട്ട് പങ്കെടുത്ത കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടെങ്കിലും അതിനു പിന്നിൽ പ്രവർത്തിച്ചവർ ഇപ്പോഴും പുറത്തു കഴിയുന്നു എന്നാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ആരാണ് നടിയെ ആക്രമിക്കുവാൻ കൊട്ടേഷൻ കൊടുത്തതെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. അതിജീവിതയും മഞ്ജു വാര്യരും സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധക്കുറിപ്പിട്ടതോടെയാണ് പൊതുസമൂഹത്തിൽ ദിലീപിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാവുന്നത്. അതിജീവിതയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് നടൻ പൃഥ്വിരാജും ഭാര്യ സുപ്രിയയും ഷെയർ ചെയ്തതോടെ പ്രതിഷേധം സിനിമയിലേക്ക് വീണ്ടും വ്യാപിക്കുകയാണ്. കൂടുതൽ സിനിമാ താരങ്ങളും സാങ്കേതിക പ്രവർത്തകരും വരും ദിവസങ്ങളിൽ അതിജീവിതയ്ക്ക് പിന്തുണയുമായി എത്തുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. സിനിമയിലെ വനിതാ പ്രവർത്തകരുടെ കൂട്ടായ്മയായ WCC കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതിജീവിതയ്ക്ക് നീതി ലഭ്യമാവുന്നതുവരെ പോരാട്ടം ശക്തമാക്കും എന്നാണ് WCCയുടെ പ്രഖ്യാപനം. കുറ്റമുക്തനാക്കപ്പെട്ട ദിലീപിനെ സിനിമാ സംഘടനകളിലേക്ക് തിരികെ പ്രവേശിപ്പിക്കുവാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനെയാണ് നടനെതിരെ പ്രതിഷേധം ശക്തമാവുന്നത്. പഹൽഗാം ഭീകരാക്രമണം സൂത്രധാരൻ ലഷ്കർ-ഇ തൊയ്ബ കമാൻഡർ സാജിദ് ജാട്ട് NIA കുറ്റപത്രം സമർപ്പിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കുറ്റപത്രം സമർപ്പിച്ച NIA ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ലഷ്കർ-ഇ തൊയ്ബ കമാൻഡർ സാജിദ് ജാട്ട് എന്നാണ് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാക് ഗൂഢാലോചനയെക്കുറിച്ച് പരാമർശിക്കുന്ന കുറ്റപത്രത്തിൽ 7 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ജമ്മുകാശ്മീർ പ്രത്യേക കോടതിയിലാണ് NIA കുറ്റപത്രം സമർപ്പിച്ചത്. പഹൽഗാം ഭീകരാക്രമണം നടന്ന് 8 മാസത്തിന് ശേഷമാണ് കുറ്റപത്രം നൽകുന്നത്. 1597 പേജുള്ള കുറ്റപത്രത്തിൽ ഭീകര സംഘടനയായ ലഷ്കർ-ഇ തൊയ്ബയെയും TRFനെയും പരാമർശിച്ചിട്ടുണ്ട്. കാസർഗോഡ് LDF വിജയാഹ്ലാദ പ്രകടനത്തിന് നേരെ കല്ലെറിഞ്ഞ മുസ്ലിം ലീഗ് പ്രവർത്തകർ. ദൃശ്യങ്ങൾ പുറത്ത്. കാസർഗോഡ് മടക്കരയിൽ LDF വിജയാഹ്ലാദ പ്രകടനത്തിന് നേരെ കല്ലെറിഞ്ഞ് മുസ്ലിം ലീഗ് പ്രവർത്തകർ. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ചെറുവത്തൂർ ഡിവിഷനിൽ LDFന്റെ കൊടി പിടിച്ചെടുക്കുവാൻ ലീഗ് പ്രവർത്തകർ ശ്രമിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ചെറുവത്തൂർ ഡിവിഷനിൽ വിജയിച്ച LDF സ്ഥാനാർത്ഥിയുടെ വിജയാഹ്ലാദത്തിനിടെ കൊടി പിടിച്ചെടുക്കാൻ ശ്രമിച്ച് പ്രകോപനമുണ്ടാക്കി. സംഭവത്തിൽ മുസ്ലിം ലീഗ് CPIM പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ചെറുവത്തൂർ ഡിവിഷനിൽ വിജയിച്ച LDF സ്ഥാനാർത്ഥി സെറീന സലാമിന്റെ വിജയാഹ്ലാദത്തിനിടെയാണ് ലീഗ് പ്രവർത്തകർ കൊടി പിടിച്ചെടുക്കുവാൻ ശ്രമിച്ചത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പാലക്കാട് സ്കൂളിലേക്ക് പോകും വഴി 8ാം ക്ലാസ്സുകാരൻ ട്രെയിൻ ഇടിച്ചു മരിച്ചു.
പാലക്കാട് പട്ടാമ്പിയിൽ 8ാം ക്ലാസ്സുകാരൻ ട്രെയിനിടിച്ച് മരിച്ചു. ഏലംകുളം സ്വദേശി അശ്വിൻ കൃഷ്ണയാണ് മരിച്ചത്. കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഏലംകുളം മാട്ടായി സ്വദേശി മേലെപ്പുറത്ത് രാജു വിനീത ദമ്പതികളുടെ ഏക മകൻ അശ്വിൻ കൃഷ്ണയാണ് മരിച്ചത്. കുട്ടി കുറച്ചുകാലമായി വല്ലപ്പുഴ മാട്ടായയിലുള്ള കുടുംബ വീട്ടിലാണ് താമസം. സ്കൂളിലേക്ക് പോകും വഴിയാണ് ട്രെയിൻ തട്ടി മരിച്ചത്. വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെയാണ് അപകടം. ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള പാസഞ്ചർ ട്രെയിൻ തട്ടിയാണ് വിദ്യാർത്ഥി മരിച്ചത്. രാവിലെ വല്ലപ്പുഴയിൽ നിന്നും 7:20 ട്രെയിനിലാണ് അശ്വിൻ കൃഷ്ണ സ്കൂളിലേക്ക് പോകാറുള്ളത്. പരീക്ഷയായതിനാൽ ഇന്ന് അടുത്ത ട്രെയിനിന് പോകുവാനാണ് സ്റ്റേഷനിലെത്തിയത്. മൃതദേഹം വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മെസ്സി ഡൽഹിയിൽ. പ്രധാനമന്ത്രി ജോർദാനിലേക്ക് പോയതിനാൽ മോദി മെസ്സി കൂടിക്കാഴ്ച നടന്നില്ല. അർജന്റീന താരം ലയണൽ മെസ്സി ഡൽഹിയിൽ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ജോർദാനിലേക്ക് പോയതിനാൽ മോദി മെസ്സി കൂടിക്കാഴ്ച നടന്നില്ല. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെത്തിയ മെസ്സിയെ മുഖ്യമന്ത്രി രേഖ ഗുപ്ത, ICC ചെയർമാൻ ജയ്ഷാ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. രാവിലെ 10:45 ഡൽഹിയിലെത്തിയ മെസ്സി സ്വകാര്യ പരിപാടിക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തും എന്നായിരുന്നു അറിയിച്ചത്. എന്നാൽ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി നരേന്ദ്രമോദി ഡൽഹിയിൽ നിന്നും ജോർദാനിലേക്ക് പോവുകയായിരുന്നു. ജോർദാൻ, ഒമാൻ, എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുക. മോദിയുമായുള്ള കൂടിക്കാഴ്ച റദ്ദാക്കിയതിന് പിന്നാലെ മെസ്സി ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെത്തി. പുകമഞ്ഞിന്റെ പശ്ചാത്തലത്തിൽ വിമാനം വൈകിയതിനെ തുടർന്ന് 2:45 മെസ്സി എത്തുന്നത്. ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കർ, ICC ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയർമാൻ ജയ്ഷാ, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത എന്നിവർ ചേർന്ന് മെസ്സിയെ സ്വീകരിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.